ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ അറിയിക്കണം. അതുപോലെ തന്നെ ഒരു സന്തോഷം നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. നമ്മുടെ പൊതുവായിട്ടുള്ള കാർഡ് റീഡിങ്ങിൽ മിക്കവാറും എല്ലാവരും കമൻ്റ് ഇടുന്നുണ്ട്. അവർക്ക് ഇന്നത്തെ എനർജി ആയാലും ഗൈഡൻസ് ആയാലും പൈസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായാലും റീഡിങ് അവർക്ക് ശരിയായി വരുന്നുണ്ട് എന്ന് മെസ്സേജ് ഇടുന്നുണ്ട്. എന്നെ പേഴ്സണലായിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ ആ വിളിച്ചവർക്കും എന്നോട് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞവർക്കും എല്ലാം പ്രത്യേകമുള്ള നന്ദി അറിയിക്കുകയാണ്. അത് അറിയിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് വൈകിട്ടത്തെ റീഡിങ്ങിലേക്ക് പോകാം. ഇന്ന് നമ്മളോട് യൂണിവേഴ്സിന് എന്താണ് നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയോടെ ഇരിക്കുക, എല്ലാവരും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് കാർഡ് റീഡിങ്ങിലേക്ക് പോകാം. അപ്പോൾ നമ്മളിന്ന് 2 കാർഡുകളാണ് ഇവിടെ എടുത്തേക്കുന്നത്. ഒന്നാമത്തെ നമുക്ക് കിട്ടിയേക്കുന്നത് 5 ഓഫ് സോഡാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് എന്നാന്ന് വെച്ചാൽ, നമ്മൾ ചതിയിൽ കൂടിയോ വഞ്ചനയിൽ കൂടിയോ നമ്മൾ നേടുന്ന വിജയങ്ങളൊന്നും വിജയങ്ങളല്ല. നമ്മൾ ഒരാളെ ചതിച്ചിട്ട് അല്ലെങ്കിൽ അയാളെ വഞ്ചിച്ചിട്ട് നമ്മൾ നേടിയേക്കുന്ന വിജയങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കൈവരിച്ചേക്കുന്ന നേട്ടങ്ങളൊന്നും ഒരു നേട്ടമല്ല എന്നാണ് നമുക്കിന്ന് യൂണിവേഴ്സ് നൈറ്റ് മെസ്സേജായിട്ട് കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ നേരായ മാർഗത്തിൽ കൂടി നേടുന്ന വിജയങ്ങളും അല്ലെങ്കിൽ നേട്ടങ്ങളും മാത്രമേ നമുക്ക് സ്വന്തമായിട്ടുള്ളൂ. മറ്റൊരാളെ വാക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ നോക്കുകൊണ്ടോ വേദനിപ്പിച്ചാൽ അതിനൊരു നമുക്കൊരു പിന്നെ പ്രതിഫലം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അതിനൊരു പ്രതിവിധി ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ നമ്മൾ അവരെ ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ കൂടി നമ്മൾ ചതിച്ചതിന് ശേഷം നമുക്കുണ്ടാകുന്ന വിജയമോ അല്ലെങ്കിൽ സമ്പത്തോ അല്ലെങ്കിൽ പ്രൗഢിയോ അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളോ അല്ലെങ്കിൽ സമാധാനമാണെങ്കിൽ പോലും അത് ശാശ്വതമല്ല. അത് കുറച്ച് സമയത്തേക്ക് മാത്രമേ ഉള്ളൂ എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചിരുന്നത്. അപ്പോൾ നിങ്ങളെ ആരെങ്കിലും ചതിച്ചിട്ട് നേടിയ വിജയങ്ങളാണ് അവർക്ക് കിട്ടിയത് എങ്കിൽ നിങ്ങൾ അവരോട് സമരസപ്പെടുക അല്ലെങ്കിൽ നിങ്ങൾ അവരോട് ക്ഷമിക്കുക, നിങ്ങൾ അവരോട് കോംപ്രമൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ യൂണിവേഴ്സിൻ്റെ മെസ്സേജ്. അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ കാർഡ് നമ്മൾ എടുത്തതും കിട്ടിയിരിക്കുന്നത് 2 ഓഫ് സോഡാണ്. അതായത് നിങ്ങൾക്ക് ഈ ചതിയും വഞ്ചനയും ഉള്ള ലോകത്ത് അല്ലെങ്കിൽ ഈ ചതിച്ച ആൾക്കാരോടും വഞ്ചിച്ച് വിജയം നേടിപ്പോയവരോടും നിങ്ങൾക്ക് അവരെ ഇനിയും കാണണ്ട എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ കണ്ണ് കെട്ടിയിട്ടിരിക്കുകയാണ്. കണ്ണ് രണ്ടും കെട്ടി നിങ്ങളിരിക്കുകയാണ്. നിങ്ങളുടെ കൈകൾ രണ്ടും നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ സംരക്ഷിച്ചുകൊണ്ടാണ് നിങ്ങളിരിക്കുന്നത്. ഹൃദയത്തെ സംരക്ഷിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇരിക്കുന്നത്. എനിക്കിനി ഒരു കാര്യങ്ങളും കേൾക്കണ്ട, എനിക്കിനി ഒന്നും അറിയണ്ട, ഈ ലോകത്തുള്ള ഒരു കാര്യങ്ങളെക്കുറിച്ചും എനിക്ക് അറിയണ്ട, എനിക്ക് മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കാനായിട്ട് കഴിയുന്നില്ല, സാധ്യമല്ല എന്നുള്ള രീതിയിൽ കണ്ണ് കെട്ടി എനിക്ക് ഈ ലോകത്തുള്ള ഒന്നിനെയും കാണണ്ട എന്നുള്ള രീതിയിലാണ് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ഇതിനു മുൻപ് തന്നെ ഒരുപാട് ചതിയും വഞ്ചനയും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് കുടുംബത്തിൽ നിന്നായാലും നിങ്ങളുടെ റിലേഷനിലായാലും നിങ്ങളുടെ ഫാമിലിയിൽ നിന്നായാലും ദാമ്പത്യ ബന്ധത്തിലായാലും ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇനിയും ഒന്നും കാണണ്ട എൻ്റെ ദൈവമേ അല്ലെങ്കിൽ എൻ്റെ പ്രപഞ്ചമേ, എനിക്ക് ഇനിയും ഇങ്ങനെയുള്ള ചതിയും വഞ്ചനയും ഒന്നും കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കണ്ണുകൾ കെട്ടി കൈകൾ രണ്ടും നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ സംരക്ഷിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഹൃദയമുണ്ട്, നല്ലൊരു മനസ്സിനുടമയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് മുന്നിൽ ഒരുപാട് പ്രയോറിറ്റികളുണ്ട്, പക്ഷെ അതൊന്നും നിങ്ങൾ കാണുന്നില്ല, നോക്കുന്നില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമുക്ക് മുൻപേ ലഭിച്ചിട്ടുള്ള അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ്. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങളിങ്ങനെ കണ്ണ് കെട്ടി അല്ലെങ്കിൽ കൈ കെട്ടി ഇരിക്കേണ്ട, നിങ്ങൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക. നിങ്ങൾ ചതിയിൽ കൂടി നേടിയ വിജയങ്ങളൊന്നും തന്നെയും അത് ശാശ്വതമല്ല എന്നുള്ളതാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്കിന്നൊരു ഏഞ്ചൽ കാർഡ് കൂടി എടുക്കാം, ഏഞ്ചൽസിനോട് കൂടി ചോദിക്കാം ഇന്നത്തെ നമ്മുടെ ഏഞ്ചൽസിൻ്റെ മെസ്സേജ് എന്താണെന്ന്. എല്ലാവരും ഏഞ്ചൽസിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് കാർഡാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഏഞ്ചൽസും നമ്മളോട് പറയുന്നത് എന്താണ്, നിങ്ങൾ കോംപ്രമൈസ് ചെയ്യുക, നിങ്ങൾ അവരോട് സമരസപ്പെടുക അല്ലെങ്കിൽ അവർക്ക് നിങ്ങൾ ക്ഷമിക്കാനുള്ള ഒരു അവസരം നിങ്ങൾ കൊടുക്കുക എന്നതാണ്. നിങ്ങളെ ചതിയിൽ കൂടിയും വഞ്ചനയിൽ കൂടിയും നിങ്ങളെ നേരിട്ട് അല്ലെങ്കിൽ നിങ്ങളെ അപായപ്പെടുത്തി അല്ലെങ്കിൽ നിങ്ങളെ രണ്ട് തരത്തിലാക്കിയ ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ മുന്നിലുണ്ട്. അവരോട് നിങ്ങൾ എന്ത് ചെയ്യുക, കോംപ്രമൈസ് ചെയ്യാനാണ് നമുക്ക് ഏഞ്ചൽസ് കാണിച്ചിരുന്ന മെസ്സേജ്. നിങ്ങൾ അവരോട് എന്ത് ചെയ്യുക, ക്ഷമിക്കുക. അവർ ചെയ്ത
തെറ്റുകൾ നിങ്ങളോട് കാണിച്ച തെറ്റുകൾക്ക് നിങ്ങൾ ക്ഷമിക്കുക. ക്ഷമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു വിജയമുണ്ടാകും. നിങ്ങളുടെ ലൈഫിന് സക്സസ് ഉണ്ടാകും എന്നാണ് ഏഞ്ചൽസ് കാണിച്ചിരുന്നത്. അപ്പോൾ നിങ്ങൾ രാത്രിയിൽ കിടക്കാൻ പോകുന്ന സമയത്തെല്ലാം പാസ്റ്റ് ലൈഫിലുണ്ടായത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് മുൻപുണ്ടായ ദുരനുഭവങ്ങളെ ഓർത്ത് നിങ്ങൾ വിഷമിച്ചും സങ്കടപ്പെട്ടുമാണ് കിടക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ദൈവമായിട്ട് അല്ലെങ്കിൽ യൂണിവേഴ്സായിട്ട് അല്ലെങ്കിൽ ഏഞ്ചൽസായിട്ട് പറയുന്നത് നിങ്ങൾ അവരോട് കോംപ്രമൈസ് ചെയ്ത് പോവുക. അവരോട് നിങ്ങൾ ക്ഷമിക്കുക. അവരോട് നിങ്ങൾ പിന്നെ എന്താണ് അവരുടെ ആ ഒരു തെറ്റിനെ നിങ്ങൾ ക്ഷമിച്ചു കൊടുക്കുക. ക്ഷമിച്ചു കൊടുത്താലേ നിങ്ങൾക്ക് നല്ല വിജയമുണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മുന്നേറ്റം ഉണ്ടാകും എന്നാണ് നമുക്ക് ഏഞ്ചൽസും കാണിച്ചു തരുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. അതിനോടൊപ്പം തന്നെ എല്ലാവരും വീഡിയോ കാണുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. താങ്ക് യു.